ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് രസം പൗഡർ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഒരു തക്കാളി രസം ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി. ഇത് നമുക്ക് ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. അതിനുശേഷം ഈ പുളിവെള്ളം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മളിത് ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ജ്യൂസ് മുഴുവനായിട്ട് എടുക്കാൻ പറ്റും. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് മൺകലത്തിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് രസം ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇങ്ങനെ ഉടഞ്ഞു ചേരുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഈ വഴറ്റുന്ന സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. തക്കാളി ഒന്ന് സോഫ്റ്റായി എന്ന് തോന്നുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കണം. നിങ്ങൾക്ക് നല്ല വെള്ളം പോലെ ഒഴുകിയിരിക്കുന്ന രസമാണ് ഇഷ്ടമെങ്കിൽ 3.5 കപ്പ് വെള്ളം ചേർക്കാം. അതല്ലെങ്കിൽ 2.5 കപ്പ് മതി. ഞാൻ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർക്കാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തക്കാളിയൊക്കെ വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഇത് നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച പുളിവെള്ളം ചേർക്കണം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ രസം പൗഡർ ചേർക്കാം. ഈ പുളിവെള്ളവും രസം പൗഡറും കൂടെ ഇനി ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ എടുക്കാം. എനിക്ക് രസത്തിലേക്ക് മല്ലിയില കൂടുതൽ ഇടുന്നത് ഇഷ്ടമാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം കുറച്ച് കടുക് പൊട്ടിക്കണം. ഉണക്കമുളക് ചേർക്കാം. കുറച്ച് ഉലുവ ചേർക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് രസത്തിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടൊമാറ്റോ രസം തയ്യാറായിട്ടുണ്ട്.